അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശപാപ്പരത്വം തുറന്നുകാട്ടി അമീറിന്റെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥന. വികസന രംഗത്ത് UAE ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 5.5 കോടി കോഴ നൽകിയെന്ന് സോളാർ തട്ടിപ്പ് കേസിലെ ബിജു രാധാകൃഷ്ണന്റെ മൊഴി. തെലങ്കാനയിൽ ദാദ്രി ആവർത്തിക്കുമെന്ന് BJP MLA രാജാ സിംഗ്. പാകിസ്ഥാനിലെ പെഷവാറിൽ സ്കൂളിൽ ആക്രമണം നടത്തിയ ഭീകരരെ തൂക്കിലേറ്റി. എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുന്നില്ല, ഗൾഫിൽ പോകുന്നവർക്ക് അപ്രഖ്യാപിത വിലക്ക്. തെക്കൻ കേരളത്തിൽ പുതിയ കുതിപ്പിന് ലക്ഷ്യമിട്ട് SSF ധർമ്മജാഗരണ യാത്ര ജനുവരിയിൽ. രണ്ടാമത് മദീനത്തുന്നൂർ ദേവാ കോൺഫറൻസിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസ് ഗവേഷണ പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. UAE 44ന്റെ നിറവിൽ KCF അബുദാബി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സോളാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 5.5 കോടി കോഴ നൽകിയതായി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ. സോളാർ കമ്മീഷന് മുന്നിലാണ് ബിജുവിന്റെ വെളിപ്പെടുത്തൽ. 3 ഘട്ടമായാണ് മുഖ്യമന്ത്രിക്ക് പണം കൈമാറിയത്. 5 കോടി 10 ലക്ഷം മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നൽകിയത്. ടീം സോളാറിന്റെ വളർച്ചയിലും തളർച്ചയിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും ബിജു രാധാകൃഷ്ണൻ നൽകിയ മൊഴിയിൽ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ ടീം സോളാറിൽ പങ്കാളിയാക്കാമെന്നും ധാരണയുണ്ടായിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ചർച്ചകൾ നടന്നത്. കാറ്റാടിപ്പാടം സ്ഥാപിക്കാൻ ഇടുക്കിയിൽ 150 ഏക്കർ സ്ഥലം നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ടീം സോളാറിന്റെ ലാഭവിഹിതം 60-40 എന്ന രീതിയിൽ വീതിച്ചെടുക്കാമെന്നായിരുന്നു ധാരണയെന്നും മൊഴിയിലുണ്ട്. സലീം രാജ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പണം നൽകിയത്. ജിക്കു, ജോപ്പൻ എന്നിവരുടെ കൈവശം പണം കൊടുത്തിട്ടുണ്ടെന്നും ബിജുവിന്റെ മൊഴിയിലുണ്ട്. ഉമ്മൻചാണ്ടി സരിതയെ ലൈംഗികമായി ഉപയോഗിച്ചെന്നും ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകി. ഇതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും ബിജു കമ്മീഷനെ അറിയിച്ചു. ഭരണത്തിലുള്ള 6 പേർ സരിതയെ ശാരീരികമായി ഉപയോഗിച്ചെന്ന് പറഞ്ഞ ബിജു രാധാകൃഷ്ണൻ അതിൽ 5 പേരുടെ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. സരിതയുടെ അറസ്റ്റിന് ശേഷം ഒളിവിൽ കഴിയുന്ന കാലത്താണ് ഉമ്മൻചാണ്ടിയെ കണ്ടത് എന്നാണ് ബിജുവിന്റെ മൊഴി. ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ആര്യാടൻ ഷൌക്കത്ത്, ഹൈബി ഈഡൻ, PA നസറുള്ള എന്നിവരുടെ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന് ബിജു മൊഴി നൽകിയിട്ടുണ്ട്. പശുക്കളെ സംരക്ഷിക്കുന്നതിനായി എന്തു ചെയ്യാനും മടിക്കില്ലെന്ന് തെലങ്കാനയിലെ BJP MLA രാജാ സിംഗ്. ഡിസംബർ 10 ഉസ്മാനിയ കോളേജിൽ നടക്കുന്ന ബീഫ് ഫെസ്റ്റ് എന്തു വില കൊടുത്തും തടയുമെന്നും പാർട്ടി ചീഫ് വിപ്പ് കൂടിയായ രാജാ സിംഗ് പറഞ്ഞു. ആവശ്യമെങ്കിൽ പശുക്കളെ സംരക്ഷിക്കാൻ ജീവൻ നൽകാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ രാജാ സിംഗ് ഇതിനായി ഒരു ദാദ്രി കൂടി നടത്താനും ഒരുക്കമാണെന്ന ഭീഷണി മുഴക്കി. ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന എന്ത് കഴിക്കാനും അവകാശമുണ്ട്, എന്നാൽ അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിച്ചാവരുത്. മതവിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് തടയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും രാജാ സിംഗ് പറഞ്ഞു. ബീഫ് ഫെസ്റ്റിവൽ തടയുന്ന കാര്യത്തിൽ പാർട്ടിയുടെ പിന്തുണ താൻ കാര്യമാക്കുന്നില്ലെന്നും രാജാ സിംഗ് തുടർന്നു. സംസ്ഥാനത്ത് ഒട്ടേറെ വർഗീയ സംഘർഷങ്ങളിൽ ആരോപണ വിധേയനാണ് രാജാ സിംഗ്. എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുന്നില്ല, ഗൾഫിൽ പോകുന്നവർക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി. ഗൾഫ് സ്വപ്നം പൊലിഞ്ഞ നിരവധി പേർ. വിശദമായ റിപ്പോർട്ടിലേക്ക്. 10ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് വിദേശത്തേക്ക് പോകുന്നതിന് അപ്രഖ്യാപിത വിലക്ക്. ഇന്ത്യൻ തൊഴിലാളികൾക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കാൻ തൊഴിലുടമ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നത് കർശനമാക്കിയതോടെ ഗൾഫ് സ്വപ്നം പൊലിഞ്ഞ് നിരവധി പേർ. എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കാൻ നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. SSLC പരീക്ഷയിൽ തോറ്റവരും SSLC വരെ പഠിക്കാത്തവരുമാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കാൻ കാത്തിരിക്കുന്നത്. നേരത്തെ ഇവർക്ക് UAE-യിലേക്കാണെങ്കിൽ വിസയുടെ കോപ്പിയും സൗദിയിലേക്കാണെങ്കിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തതും ഹാജരാക്കിയാൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുമായിരുന്നു. വിദേശത്തേക്ക് പോകണമെങ്കിൽ എമിഗ്രേഷൻ ആക്ട് പ്രകാരം എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത വർക്ക് പെർമിറ്റ്, സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കൂ എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സിംഗിൾ വിസയ്ക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കുക എന്നത് പ്രയാസമാണ്. SSLC വിജയിക്കാത്ത നിരവധി പേർ കേരളത്തിലുണ്ട്. വിസ ലഭിച്ചിട്ടും ഗൾഫിലേക്ക് കടക്കാൻ കഴിയാതെ ദിനങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇവർ. കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഗൾഫ് യാത്ര മുടക്കുകയാണെന്ന പരാതികൾ ഉയർന്നിട്ടുണ്ട്. നേരത്തെ ബിരുദമുള്ളവർക്ക് മാത്രമായിരുന്നു എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ചിരുന്നത്. ഇത് SSLC ആക്കി ചുരുക്കിയത് E. അഹമ്മദ് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പോഴാണ്.
SSLC വിജയിക്കാത്തവരുടെ പാസ്പോർട്ടിന് എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുന്നത് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷൻ ഓഫീസിൽ നിന്നാണ്. രാജ്യത്ത് 10 ഓഫീസുകൾ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലാണ് എമിഗ്രേഷൻ കേന്ദ്രങ്ങൾ ഉള്ളത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് മുന്നറിയിപ്പില്ലാതെ എമിഗ്രേഷൻ ക്ലിയറൻസ് നിർത്തിയത്. പലർക്കും അനുവദിച്ച വിസ കാലാവധി അവസാനിച്ചിട്ടുണ്ട്. സൗദിയിലേക്ക് എമിഗ്രേഷൻ ലഭിക്കാൻ മുംബൈയിൽ നിന്ന് വിസ സ്റ്റാമ്പിംഗ് ആദ്യം നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ സ്റ്റാമ്പിംഗ് ചെയ്ത നിരവധി വിസകൾ എമിഗ്രേഷൻ കിട്ടാതെ കാലാവധി കഴിഞ്ഞതായി ട്രാവൽസ് ഉടമകൾ ചൂണ്ടിക്കാട്ടി. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പാകിസ്ഥാനിലെ പെഷവാറിൽ സ്കൂളിൽ ആക്രമണം നടത്തിയ താലിബാൻ ഭീകരരെ തൂക്കിലേറ്റി. ഇക്കാര്യം പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഭീകരർക്ക് മരണവാറണ്ട് നൽകിയത്. 4 തീവ്രവാദികൾക്കും പ്രത്യേക സൈനിക കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. സൈനിക തലവൻ ജനറൽ റഹീൽ ഷെരീഫ് ഇന്നലെയാണ് മരണവാറണ്ടിൽ ഒപ്പുവെച്ചത്. മൌലവി അബ്ദുൽ സലാം, ഹസ്രത്ത് അലി, മുജീബുർ റഹ്മാൻ, യഹിയ എന്ന സബീൽ എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 4 പേരും പാക് പ്രസിഡന്റിന് ദയാഹർജി നൽകിയിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഇത് തള്ളിയിരുന്നു. ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി വധശിക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ മൊറട്ടോറിയം പാകിസ്ഥാൻ നീക്കി. കഴിഞ്ഞ വർഷം ഡിസംബർ 16-നായിരുന്നു ഭീകരർ പെഷവാറിലെ സ്കൂളിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 150-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു. UAE വിശേഷങ്ങൾ. UAE ഇന്ന് 44ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്നു. വിവിധ എമിറേറ്റ്സുകളിൽ വ്യത്യസ്ത ഇനം ദേശീയ ദിന ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലോക രാഷ്ട്രത്തലവന്മാർ UAE ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ദേശീയ ദിന ആശംസകൾ അർപ്പിച്ചു. 44ാം ദേശീയ ദിനം പ്രമാണിച്ച് 44 ഹുബാറ ബസ്റ്റാർഡ് പക്ഷികളെ മോചിപ്പിച്ചു. വംശനാശം നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഹുബാറകൾ. 44ാമത് ദേശീയ ദിനാഘോഷവേളയിൽ ICF UAE നാഷണൽ കമ്മിറ്റി രാജ്യഭരണാധികാരികൾക്കും ജനങ്ങൾക്കും അഭിവാദ്യമർപ്പിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഡിസംബർ 3 വരെ നീണ്ടുനിൽക്കുന്ന ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോയ്ക്ക് ഉജ്ജ്വലമായ തുടക്കം. ഷാർജ അൽ ജുബൈലിലെ പുതിയ മാർക്കറ്റ് സമുച്ചയം ദേശീയ ദിനമായ ഇന്ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പഴം, പച്ചക്കറി, മത്സ്യ, മാംസ വിഭാഗ മാർക്കറ്റിൽ എല്ലാ ആധുനിക സൌകര്യങ്ങളുമുണ്ട്. UAEയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന ഖ്യാതിയും ഇതിന്റെ പ്രത്യേകതയാണ്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. UAE 44ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് KCF അബുദാബി സോൺ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 44ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി 44 പ്രവർത്തകർ അബുദാബി ഖാലിദിയ ബ്ലഡ് ബാങ്കിൽ രക്തം ദാനം ചെയ്തു. SSF കർണാടക സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാദിഖ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഹാഫിൽ അബ്ദുസലാം നിസാമി, KCF UAE നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സൈദി ഈശ്വരമംഗലം, അബുദാബി സോൺ ജനറൽ സെക്രട്ടറി ഹസൈനാർ അമാനി ഈജാവര, ട്രഷറർ ഇബ്രാഹിം ബ്രെഡ് മാർബിൾ, അബുദാബി ടീം കൺവീനർ കബീർ ബയമ്പാടി, നോളജ് സെക്രട്ടറി റഫീഖ് ജൌഹരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ.
വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തെക്കൻ കേരളത്തിൽ പുതിയ കുതിപ്പ് ലക്ഷ്യമിട്ട് SSF ധർമ്മജാഗരണ യാത്ര സംഘടിപ്പിക്കുന്നു. സംസ്ഥാന ഉപാധ്യക്ഷൻ PA മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി നേതൃത്വം നൽകുന്ന യാത്ര 2016 ജനുവരി 19 മുതൽ 26 വരെ ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പര്യടനം നടത്തും. പ്രധാന കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയമുയർത്തിയാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. AKM ഹാഷിർ സഖാഫി, മുനീർ നഈമി കരിയാട്, അഷ്ഹർ പത്തനംതിട്ട, അൽ അമീൻ അഹ്സനി, അബ്ദുറസാഖ് സഖാഫി കോട്ടക്കുന്ന് എന്നിവർ യാത്രയിൽ സ്ഥിരാംഗങ്ങളായിരിക്കും. 33-അംഗ ധർമ്മസംഘം എല്ലാ ജില്ലകളിലും യാത്രയെ അനുഗമിക്കും. ധർമ്മജാഗരണ യാത്രയുടെ പ്രഖ്യാപനം കായംകുളത്ത് SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി നിർവഹിച്ചു. AKM ഹാഷിർ സഖാഫി അധ്യക്ഷത വഹിച്ചു. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ജില്ലാ ഡിവിഷൻ ഭാരവാഹികൾ പങ്കെടുത്തു. സാമൂഹ്യക്ഷേമത്തിലൂന്നിയ വികസന രംഗത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് UAE മികച്ച മാതൃകയാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. UAEയുടെ 44-ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി മർക്കസിൽ നടന്ന ഐക്യദാർഢ്യ പ്രാർത്ഥനാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകര വിഘടനവാദങ്ങളെ നേരിടുന്നതിലും തദ്ദേശീയർക്കും വിദേശികൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും UAE ഭരണാധികാരിയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള സൌഹൃദം ഇരു രാജ്യങ്ങളുടെയും വാണിജ്യവും തൊഴിൽപരവുമായ മുന്നേറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. UAE ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയുൾപ്പെടെയുള്ള വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ആഗോള സമാധാനം പുനഃസ്ഥാപിക്കാൻ പര്യാപ്തമാണെന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. UAE ഭരണാധികാരികളുടെ ആയുരാരോഗ്യത്തിനും അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനുമായി പ്രത്യേക പ്രാർത്ഥന നടന്നു. ചടങ്ങിൽ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, VPM വില്യാപ്പള്ളി, കട്ടിപ്പാറ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഹസ്രത്ത് മുഖ്താർ ബാക്കവി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി, ചിയൂർ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വയനാട് ജില്ലാ പണ്ഡിത സംഗമം നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കണിയാമ്പറ്റ താജുൽ ഉലമ നഗറിൽ നടക്കും. സമസ്ത വയനാട് ജില്ലാ പ്രസിഡന്റ് P ഹസൻ മുസ്ലിയാർ അധ്യക്ഷനാകും. വൈസ് പ്രസിഡന്റ് M അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ആധുനിക വിഷയങ്ങൾ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും, ദഅവത്ത് സാധ്യതയും ബാധ്യതയും എന്ന വിഷയത്തിൽ C മുഹമ്മദ് ഫൈസിയും, തസവുഫ് ഇബ്രാഹിം സഖാഫിയും അവതരിപ്പിക്കും. ഹംസ അഹ്സനി സ്വാഗതവും ചെറുവേരി മുഹമ്മദ് സഖാഫി നന്ദിയും പറയും. കൂടത്തായിൽ സുന്നി സെന്റർ തറക്കല്ലിടൽ കർമ്മം ഡിസംബർ 4 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. മർക്കസ് ഉപാധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖത്തങ്ങൾ, മലേഷ്യ, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ICF കുവൈത്ത് ജനൂബ് സൂറ യൂണിറ്റ് നടത്തിവരുന്ന മാസാന്ത നാരിയത്ത് സ്വലാത്ത് മജ്ലിസ് ഡിസംബർ 4 വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം മിർഖാബ് നഷാത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. നിരവധി പണ്ഡിതരും സാദാത്യങ്ങളും പങ്കെടുക്കുന്ന മജ്ലിസിൽ സയ്യിദ് അബ്ദുള്ള ബുഖാരി തങ്ങൾ ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. മടവൂർ CM സെന്റർ ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥി സംഘടനയായ സീനത്തുൽ ഉലമ സംഘടിപ്പിക്കുന്ന അഅ്ല ഹസ്രത്ത് ഉറൂസ് മുബാറക്ക് ഇന്ന് രാത്രി CM സെന്റർ ക്യാമ്പസ് മസ്ജിദിൽ നടക്കും. റസ ഫൗണ്ടേഷൻ ഡയറക്ടറും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ വൈസ് ചെയർമാനുമായ ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം അനുസ്മരണ പ്രഭാഷണം നടത്തും. CM സെന്റർ മാനേജർ മുസ്തഫ സഖാഫി മരഞ്ചാട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാപ്പാട് ഉമർ മുസ്ലിയാർ, ആലിക്കുട്ടി ഫൈസി, TK മുഹമ്മദ് ദാരിമി, മുഹമ്മദ് സഖാഫി മൈത്ര, അബൂബക്കർ കുത്തുബി കളരാന്തിരി, അബ്ദുൽ നാസർ അഹ്സനി മടവൂർ തുടങ്ങിയവർ സംബന്ധിക്കും. രണ്ടാമത് മദീനത്തുന്നൂർ ദഅ്വാ കോൺഫറൻസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസിലേക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. 2016 ജനുവരി 9 നടക്കുന്ന കോൺഫറൻസിലേക്ക് അക്കാദമിക് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർമാർ, അധ്യാപകർ, ഗവേഷകർ, മതപണ്ഡിതന്മാർ തുടങ്ങിയവർക്ക് പുറമെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ടെക്സ്റ്റ് ആൻഡ് ട്രഡീഷൻസ് ഇൻ ദ ഇസ്ലാമിക് വേൾഡ്, റിട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രൊസ്പെക്റ്റീവ് റിഫ്ലക്ഷൻസ് എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത്. ആഗോളരംഗത്ത് അറിയപ്പെട്ട അറബിക്, ഇംഗ്ലീഷ് അക്കാദമിക് പണ്ഡിതന്മാരുമായുള്ള പ്രത്യേക ചർച്ചയും നടക്കും. പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസംബർ 10 മുമ്പായി അയക്കണം. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള പ്രബന്ധങ്ങളാണ് സ്വീകരിക്കുക. കേരളത്തിലെ ദഅ്വാ കോളേജുകളിൽ നിന്നും പുറത്തിറങ്ങിയ പണ്ഡിതന്മാർക്കും നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേകം സെഷനുകൾ ഉണ്ടായിരിക്കും. ഉയർന്ന നിലവാരമുള്ള തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾക്ക് പ്രത്യേക അവാർഡുകളും നൽകുന്നതാണ്.
മഅദിൻ അക്കാദമിയുടെ വൈസനിയം ആഘോഷ പരിപാടികളുടെ ഭാഗമായി മുംബൈയിൽ സംഘടിപ്പിക്കുന്ന മഹബ്ബ കോൺഫറൻസ് ജനുവരി 9-ന് CSTയിൽ നടക്കും. ഗാല ലഞ്ച്, ഇന്റർഫെയ്ത്ത് ഹാർമണി സമ്മിറ്റ്, മഅദിൻ മുംബൈ ഔട്ട്റീച്ച് ക്യാമ്പസായ കോർദോവ സെന്റർ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ, പ്രശസ്ത അന്താരാഷ്ട്ര ട്രൂപ്പുകൾ നേതൃത്വം നൽകുന്ന ഇഷൽ നൈറ്റ്, നൗത്തെ ഷെരീഫ്, ദഫ് പ്രദർശനം, ഹുബ് റസൂൽ പ്രഭാഷണം തുടങ്ങി വിവിധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വിദ്യാഭ്യാസ അവകാശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന വൈസനിയം ബട്ടർഫ്ലൈ ക്യാമ്പയിൻ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള വൈസനിയം ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. ഹുബ് റസൂൽ പ്രഭാഷണവും വൈസനിയം ഗ്രാമീണ വികസന പദ്ധതിയുടെ ഭാഗമായി 20 ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മഅദിൻ നടപ്പാക്കുന്ന ബഹുമുഖ പദ്ധതികളുടെ പ്രഖ്യാപനവും ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നിർവഹിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ പാപ്പരത്വം വെളിവാക്കുന്ന ചിത്രമാണ് ഇന്ന് പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞത്. കോഴിക്കോട്ടെ മാൻഹോൾ ദുരന്തത്തിൽ മരണപ്പെട്ട നൌഷാദിന്റെ വീട് സന്ദർശിച്ച് കൂട്ടുപ്രാർത്ഥന നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസും കൂട്ടരുമാണ് ജമാഅത്തിന്റെ അവസരവാദ സിദ്ധാന്തത്തിന്റെ പൊയ്മുഖം വെളിവാക്കിയത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദാനധർമ്മങ്ങളാദി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും നിഷിദ്ധമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി വെച്ചുപുലർത്തുന്ന ആശയം. ജമാഅത്ത് മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇതേ ആശയമാണ്. എന്നാൽ അവസരത്തിനൊത്ത് ആശയം മാറ്റാനും ശിർക്കും കുഫ്റുമായത് തൗഹീദായി പരിഗണിക്കാനും മടിയില്ലെന്ന് സാക്ഷാൽ കേരള അമീർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അമീറിനൊപ്പം അസിസ്റ്റന്റ് അമീർ P മുജീബ് റഹ്മാൻ, പ്രവാസി സെൽ സെക്രട്ടറി സുബൈർ ചേന്നമംഗലൂർ, കക്കോടി ഏരിയ പ്രസിഡന്റ് MT ഇബ്രാഹിം എന്നിവരും കൂട്ടുപ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇസ്ലാം അനുശാസിക്കുന്ന സാമൂഹിക സദാചാരത്തെ ബാധിക്കാത്ത തരത്തിലാകണം സ്ത്രീകളുടെ എല്ലാ രംഗത്തെയും ഇടപെടലെന്ന് ചേളാരി വിഭാഗം വിദ്യാർത്ഥി സംഘടന സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി. ഇത് പുരുഷനും ബാധകമാണ്. സ്ത്രീകൾ ബഹുമാന്യ പദവി അലങ്കരിക്കേണ്ടവരാണ്. അതിനാൽ തന്നെ ലിംഗനീതിയെയാണ്, സമത്വത്തെയല്ല ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. ഇസ്ലാം ഇതിന് ധാർമ്മികമായ അതിർവരമ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എല്ലാറ്റിനും സമത്വമെന്നത് പ്രായോഗികമല്ല. സ്ത്രീകളെ മനുഷ്യരായി പോലും കണക്കാക്കപ്പെടാതിരുന്ന കാലത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപ്രബോധനം ആരംഭിച്ചതെന്നും ഓർക്കണം. സന്തുലിതത്തിലും പാരസ്പര്യത്തിലും കാര്യങ്ങളെ കാണാൻ കഴിയണം. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് ഇറങ്ങണം എന്ന ചേളാരി സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് ഹൈദരലി തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് SKSSF സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന. വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ പറയുന്ന അടിസ്ഥാന സത്യങ്ങളെ നിഷേധിക്കാനാകില്ലെന്നും ഓണംപിള്ളി പറഞ്ഞു. ചർച്ചാ വിഷയമായ അദ്ദേഹത്തിന്റെ എല്ലാ പരാമർശങ്ങളും കണ്ടിട്ടില്ല. കാര്യങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ പാപ്പരത്വം തുറന്നുകാട്ടി അമീറിന്റെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥന. തെലങ്കാനയിൽ ദാദ്രി ആവർത്തിക്കുമെന്ന് BJP MLA രാജാ സിംഗ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 5.5 കോടി കോഴ നൽകിയെന്ന് സോളാർ തട്ടിപ്പ് കേസിലെ ബിജു രാധാകൃഷ്ണന്റെ മൊഴി. പാകിസ്ഥാനിലെ പെഷവാറിൽ സ്കൂളിൽ ആക്രമണം നടത്തിയ ഭീകരരെ തൂക്കിലേറ്റി. എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുന്നില്ല, ഗൾഫിൽ പോകുന്നവർക്ക് അപ്രഖ്യാപിത വിലക്ക്. തെക്കൻ കേരളത്തിൽ പുതിയ കുതിപ്പിന് ലക്ഷ്യമിട്ട് SSF ധർമ്മജാഗരണ യാത്ര ജനുവരിയിൽ. വികസന രംഗത്ത് UAE ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. UAE 44ന്റെ നിറവിൽ KCF അബുദാബി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രണ്ടാമത് മദീനത്തുന്നൂർ ദേവാ കോൺഫറൻസിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസ് ഗവേഷണ പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.